അവൻ്റെ വാക്കുകൾ കേട്ടതും തമ്പുരു അവന് നേരെ തിരിഞ്ഞു നിന്നു. അച്ഛൻ, ഈ വേഡ് എനിക്ക് ഉപയോഗിച്ച അധികം പരിചയമൊന്നുമില്ല. പക്ഷേ സാറാള് സൂപ്പറാണ്, എനിക്കിഷ്ടവുമാണ്, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേച്ചി സാറിനെ അംഗീകരിക്കാത്തോളം കാലം ഞാനും അച്ഛനായി അംഗീകരിക്കില്ല. സാറിനോട് ദേഷ്യമൊന്നുമില്ല, എന്നും ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. പിന്നെയും ഒന്നും കൂടെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ അവനോടായി പറഞ്ഞു, ഇതിൻ്റെ പേരിൽ എനിക്ക് മാത്സ് പറഞ്ഞു തരാതിരിക്കരുത് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്നും ഓടിപ്പോയി. അവളുടെ വാക്കുകൾ കേട്ട് അവൻ ആദ്യം ചിരിച്ചെങ്കിലും അവൾ അവിടെ നിന്നും പോയപ്പോൾ അവൻ്റെ മിഴികളിൽ നീർ തെളിഞ്ഞു. സിസ്റ്റർ അന്ന് തന്നെ മഠത്തിലേക്ക് തിരിച്ചുപോയി. മയൂരി എന്ന് അവരുടെ കൂടെ ആ ഫ്ലാറ്റിൽ താമസിച്ചു. എന്താണ് ഇന്ന് ഈ മുറിയിൽ വന്ന് കിടക്കുന്നത്? സാധാരണ നീ ഒറ്റയ്ക്ക് മറ്റേ മുറിയിലല്ലേ കിടക്കാറ്? നിനക്കെന്താ, റൂം തെറ്റിയോ? ജാനിയുടെ മുറിയിൽ വന്ന് കിടക്കുന്ന തമ്പുരുവിനെ കളിയാക്കിക്കൊണ്ട് മെറിൻ പറഞ്ഞു. അത് പിന്നെ മയൂരി ആൻറ്റിക്ക് കിടക്കാൻ സ്ഥലം വേണ്ടേ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മയൂരി ആൻറ്റിയോ? എന്താ കൊച്ചെ നീ എന്നെ വിളിച്ചേ ആൻറ്റിയെന്നോ? നീയും നിന്റെ ചേച്ചി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛൻ്റെ അനുജത്തിയാ. എന്നെ അക്ഷരം തെറ്റാതെ അപ്പച്ചി എന്ന് വിളിക്കണം. തമ്പുരുവിൻ്റെ സംസാരം കേട്ടുകൊണ്ടു വന്ന മയൂരി പറഞ്ഞു. സോറി, ഇനി അപ്പച്ചിന്ന് വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് അവൾ മയൂരിയുടെ 2 കവിളിലും പിച്ചി. എന്ത് പിച്ച എൻ്റെ കൊച്ചെ നീ പിച്ചിയത്? എൻ്റെ കവിള് പറിച്ചെടുത്തോ നീ? 2 കവിളും ഒഴിഞ്ഞുകൊണ്ട് മയൂരി പറഞ്ഞു. എന്നാലും എൻ്റെ അപ്പച്ചി ആയിരുന്നില്ലേ ഈ എം കോളിംഗ്? ഞാൻ കരുതി ഏതെങ്കിലും വല്ല കള്ള കാമുകനായിരിക്കുമെന്ന് തമ്പുരു നിരാശയോടെ പറഞ്ഞു. അതിനൊക്കെ കാരണക്കാരി നിന്റെ ഈ ചേച്ചി തന്നെയാണ്. എല്ലാം മറച്ചു പിടിച്ചിട്ട് ഇപ്പോൾ എന്തായി ജാനി? സർവ്വതും പുറത്തു വന്നില്ലേ? മയൂരി ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മതി പറഞ്ഞത്, കിടക്കാൻ നോക്കാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പഴയ കാര്യങ്ങൾ കുത്തി തോണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജാനി ബെഡിൽ കയറി കിടന്നു. ജാനി കിടന്നതും അവളെ ഇറുകെ പുണർന്നുകൊണ്ട് തമ്പുരുവും അടുത്തു വന്ന് കിടന്നു. ചേച്ചി പെണ്ണെ, ഇപ്പോഴാണ് ഞാൻ എൻ്റെ ചേച്ചിയെ കൂടുതൽ സ്നേഹിക്കുന്നത്. ഐ ലവ് യു ചേച്ചി. എനിക്ക് അമ്മയുടെ സ്നേഹം ഒന്നും വേണ്ട, ആ പഴയ ചേച്ചിയുടെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരു ജാനിയെ ഒന്നും കൂടെ ഇറുകെ കെട്ടിപ്പിടിച്ചു. തമ്പുരുവിൻ്റെ വാക്കുകൾ ജാനിയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അവൾ സന്തോഷപൂർവ്വം തമ്പുരുവിൻ്റെ നെറുകയിൽ ചുംബിച്ചു. ഇവരുടെ സ്നേഹം കണ്ടു നിന്ന മയൂരിയും മെറിനും ആനന്ദക്കണ്ണീർ പൊഴിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ മയൂരി പോകാൻ ഒരുങ്ങി. ഇന്ന് തന്നെ പോണോ അപ്പച്ചിക്ക്? തമ്പുരു നിരാശയോടെ പറഞ്ഞു. ഞാൻ എവിടേക്കും പോകുന്നില്ല എൻ്റെ കൊച്ചേ. ദാ എതിർവശത്ത് താമസിക്കുന്ന നിന്റെ അച്ഛൻ്റെ ഫ്ലാറ്റിലേക്ക് മാറുന്നു എന്ന് മാത്രം. അതേ മോളെ, നീ മകളാണെന്നുള്ള വിവരം നമ്മൾക്ക് മാത്രമേ അറിയൂ. ഈ വിവരം ചൂടോടെ സ്കൂളിലൊന്നും കൊണ്ടുപോയി വിളമ്പണ്ട. സമയമാകുമ്പോൾ മറ്റുള്ളവർ അറിഞ്ഞാൽ മതി എന്നുകൂടി തമ്പുരുവിനോട് പറഞ്ഞിട്ടാണ് മയൂരി മറ്റേ ഫ്ലാറ്റിലേക്ക് പോയത്. പതിവ് പോലെ ജാനിയും മെറിനും തമ്പുരുവും കൂടി സ്കൂളിലേക്ക് പോയി. ജാനിയെ അവിടെയുള്ള എല്ലാ സ്റ്റാഫും ബഹുമാനത്തോടു കൂടിയാണ് നോക്കിയത്. മനുവും മോളി ടീച്ചറും എല്ലാം അസൂയോടു കൂടിയാണ് ജാനിയെ നോക്കിയത്. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോവുകയായിരുന്ന ജാനിക്കെതിരെയായി ശ്രീറാം നടന്നു വരുന്നുണ്ടായിരുന്നു. അകലെ നിന്നും തന്നെ ജാനി ശ്രീറാമിനെ കണ്ടു. സത്യങ്ങളെല്ലാം ശ്രീറാം അറിഞ്ഞതുകൊണ്ട് അവൻ അടുത്തെത്തിയതും അവൾ മുഖം തിരിച്ച് നടക്കാനൊരുങ്ങി. ജാനി, ശ്രീറാം പതുക്കെ വിളിച്ചു. ശ്രീറാമിൻ്റെ വിളി കേട്ടതും അവൾ അവിടെ നിന്നു. എന്നെ അവഗണിക്കുകയാണോ? ജാനി, എന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴെങ്കിലും ജാനിക്ക് സത്യങ്ങൾ എന്നോട് പറയാമായിരുന്നു. പറഞ്ഞില്ല ഇയാൾ. വലിയൊരു ഷോക്കാണ് ജാനി നീ എനിക്ക് തന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും. സത്യത്തിൽ അമ്മയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും, ശ്രീറാം സങ്കടത്തോടെ പറഞ്ഞു. അത് ശ്രീറാം, ഞാൻ അങ്ങനെ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. പിന്നെ ഇയാളോട് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ എന്നെ നോക്കി നിൽക്കണ്ട എന്ന്. അന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള് ശ്രീറാമിനിപ്പോൾ മനസ്സിലായില്ലേ? ജാനി മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞില്ലേ നിങ്ങളുടെ പച്ചശൃംഗാരം? ഇതൊരു സ്കൂളാണ്. അവർക്ക് നേരെ നടന്നു വന്നുകൊണ്ട് മയൂർ ഉറക്കെ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്.
ഒപ്പം ജോലി ചെയ്യുന്ന ജീവനക്കാരോട് സംസാരിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ സ്കൂളിൻ്റെ അജണ്ടയിലുണ്ടോ? ജാനി ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ ജാനിക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ സംസാരിച്ചോ. ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ, സംസാരിച്ചോ. എത്ര വേണമെങ്കിലും സംസാരിച്ചോ, മയൂർ അല്പം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ, നാളെ ഞാൻ മരിച്ചു പോകുമോ? ജാനി സംശയത്തോടെ ചോദിച്ചു. എൻ്റെ കൊച്ചു മരിച്ചു പോകാൻ ഞാൻ സമ്മതിക്കുമോ? നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നാളെ മുതൽ ഞാൻ ഈ സ്കൂളിൽ ഉണ്ടാവില്ല. എനിക്ക് വേറെ നല്ലൊരു ജോലിയുണ്ട്. അതുപോലെ തന്നെ ശ്രീറാം സാറും. ഇതാ സാറേ സാറിൻ്റെ ഇത്രയും നാളത്തെ സേവനത്തിലുള്ള എൻ്റെ പാരിതോഷികം എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ അവൻ ശ്രീറാമിന് കൊടുത്തു. വിദ്യാജ്യോതി എന്ന എൻ്റെ സ്കൂളിൽ നിന്നും ശ്രീറാമിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ലെറ്ററാണിത്. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? ഒരു പുച്ഛച്ചിരിയോടെ മയൂർ പറഞ്ഞു. ലെറ്റർ പിടിച്ചിരുന്ന ശ്രീറാമിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ലെറ്ററിലേക്കും ജാനിയുടെ മുഖത്തേക്കും ദയനീയമായി നോക്കി. എന്നിട്ട് മയൂരിനോടായി പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സാർ എന്നെ ഇവിടെ നിന്നും പുറത്താക്കുന്നത്? ഇതിനുള്ള ഉത്തരം നിനക്ക് നാളെ കിട്ടും. ശ്രീറാമിനെ അടിമുടി നോക്കിക്കൊണ്ട് മയൂർ പറഞ്ഞു. ശ്രീറാം എന്നോട് മിണ്ടുന്നത് കൊണ്ടാണോ സാറിനെ ഇവിടെ നിന്നും പുറത്താക്കിയത്? ജാനി വർദ്ധിച്ച ദേഷ്യത്തോടെ മയൂരിന് നേരെ കയർത്തുകൊണ്ട് ചോദിച്ചു. ആഹാ, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എൻ്റെ കൊച്ച്. എൻ്റെ കൊച്ചിൻ്റെ തല നിറച്ച് ബുദ്ധിയാ, മയൂർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മയൂരിൻ്റെ പൊട്ടിച്ചിരി കേട്ടതും ജാനിയിൽ ദേഷ്യം ഇരച്ചു കയറി. ഈ സ്കൂളിൽ നിന്നല്ലേ നിങ്ങൾക്ക് ശ്രീറാമിനെ പുറത്താക്കാൻ പറ്റൂ? ഈ നിലയ്ക്ക് ശ്രീറാം എന്നെ കെട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വർദ്ധിച്ച ദേഷ്യത്തോടെ ജാനി പറഞ്ഞു. ജാനിയുടെ വാക്കുകൾ കേട്ട് ശ്രീറാമിൻ്റെ കണ്ണുകൾ തിളങ്ങി. അത്ര നേരം നിരാശ നിറഞ്ഞ മുഖം പെട്ടെന്ന് തന്നെ സന്തോഷത്താൽ തിളങ്ങാൻ തുടങ്ങി. എന്നാൽ മയൂരാകട്ടെ ജാനിയുടെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാത്തതുപോലെ ഒരു പുച്ഛച്ചിരി ചുണ്ടിലൊളിപ്പിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നോക്കൂ ശ്രീറാം, തനിക്ക് എന്നോടുള്ള താല്പര്യം അറിഞ്ഞിട്ടും ഈ നിമിഷം വരെ ഞാൻ നിങ്ങളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുന്നു. 15 വർഷം മുമ്പ് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. ഒരു കുഞ്ഞുമുണ്ട്, തമ്പുരു. അവളെ ഞാൻ പ്രസവിച്ചതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നാളെ തന്നെ നമുക്ക് വിവാഹം കഴിക്കാം എന്ന് ശ്രീറാമിനെ നോക്കി പറഞ്ഞതിന് ശേഷം അവൾ മയൂരിനോടായി പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ? ഞാൻ ശ്രീറാമിൻ്റെ ഭാര്യയായാൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും അല്ലേ? ജാനി ദേഷ്യത്തോടെ പറഞ്ഞു. ജാനിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ ശ്രീറാമിൻ്റെ മുഖം തിളങ്ങി. ജാനി, തനിക്ക് എന്തു കുറവുണ്ടായാലും അതെനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നു. നാളെ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് വിവാഹിതരാകാം. എൻ്റെ അമ്മയ്ക്ക് അത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ശ്രീറാം സന്തോഷത്തോടെ പറഞ്ഞു. ദേ, എൻ്റെ ഭാര്യയാണ് എന്നൊന്നും പറഞ്ഞ് നാളെ വിവാഹം മുടക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് തന്നെയായിരിക്കും അത് ബുദ്ധിമുട്ടായി ഉണ്ടാവുക. കാരണം നമ്മൾ വിവാഹം കഴിച്ചതിന് ഒരു രേഖയുമില്ല. നിങ്ങളുടെ തറവാട്ടിലെ അമ്പലത്തിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ഓർമ്മയുമില്ലാത്ത സമയത്ത് നടന്ന വിവാഹമല്ലേ? അതിന് ഒരു തെളിവുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു ഫോട്ടോയാണ്. അതിപ്പോൾ എൻ്റെ കയ്യിലാണ്. വർദ്ധിച്ച അഹങ്കാരത്തോടെ അവൾ മയൂരിനോടായി പറഞ്ഞു. ആഹാ, എൻ്റെ കൊച്ചിന് നല്ല ബുദ്ധിയുണ്ടല്ലോ. ഏതായാലും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയല്ലേ? ആദ്യമായി ഞാൻ തന്നെ വിഷ് ചെയ്യാം. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് അവരെ നോക്കി പറഞ്ഞുകൊണ്ട് മയൂർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ തിരിഞ്ഞ് അവരുടെ മുമ്പിലേക്ക് നിന്നു. കേൾക്കുന്നില്ലേ ജാനി? ബലിക്കാക്കയുടെ ശബ്ദം. ആർത്തി പൂണ്ട് കരയുകയാണ് ബലിക്കാക്ക ഈ ശ്രീറാമിൻ്റെ ബലിച്ചോറ് തിന്നാൻ. ജാനി കേൾക്കാനായി പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നുപോയി. ഹലോ കൂട്ടുകാരെ, ചില വലിയ തിരക്കുകളിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞത്. ഇനി എന്നും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.